ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ കക്കറോട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കക്കറോട്ടി എന്ന് കണ്ണൂരിൽ കക്കറോട്ടി എന്നും പറയും, കുഞ്ഞുറോട്ടി എന്നും പറയും. ഫസ്റ്റ് പച്ചരിയാണ് ഉപയോഗിക്കേണ്ടത്. പച്ചരിയും അതിലേക്ക് തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം, ഉള്ളി എന്നിവ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഞങ്ങൾ ഇവിടെ അമീസ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പൊടിച്ച അരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ അരിയെ ആവിച്ചെമ്പിൽ ചെറുതായിട്ട് ഇതുപോലെ ഉരുട്ടിയിടണം. എൻ്റെ മോനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണിത്. ചെറുതായിട്ടിങ്ങനെ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നോമ്പിൻ്റെ തയ്യാറെടുപ്പിലാണ്, ബാങ്ക് കൊടുക്കാനായി. എല്ലാം എടുത്തു വെക്കുകയാണ് നോമ്പിൻ്റെത്. കുറച്ച് ഈത്തപ്പഴവും കുറച്ച് നട്ട്സുമാണ് എടുത്തു വെക്കുന്നത്. ഇനി വേണ്ടത് ചെമ്മീൻ ഫ്രൈ ചെയ്യണം. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നല്ലോണം വഴറ്റണം. അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. എല്ലാം വഴറ്റി വന്നതിന് ശേഷമാണ് ഈ പൊരിച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത്, അതുപോലെ അരച്ച തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരകവും ഉള്ളിയും മാത്രം ഇട്ട് അരച്ചാൽ മതി. അധികം നല്ല നേരേണ്ട ആവശ്യമില്ല, കുറച്ച് നേരിയാൽ മതി. അരച്ച തേങ്ങ ഒന്ന് പതച്ചാലാണ് ഈ ഞങ്ങൾ ഉരുട്ടി വെച്ച കുഞ്ഞുറൊട്ടി അതിലേക്ക് ഇട്ട് ജസ്റ്റ് മിക്സ് ആക്കിയേ വേണ്ടൂ. അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സയാണ്. ഇതുപോലെ മുട്ടയിൽ കുറച്ച് മുളക് പൊടി, ഉപ്പും ഇട്ട് ബ്രെഡ് മുക്കി ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ച് അതിനെ തിരിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് പിസ്സ സോസ് പുരട്ടി കൊടുത്ത് അതിന് ശേഷം ക്യാപ്സിക്കം, ഉള്ളി, മഷ്റൂം നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ, ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മേലെ കുറച്ച് ചീസും ഇട്ട്, അത്രയേ ഉള്ളൂ. കുറച്ചൊന്ന് മൂടി വെച്ചാൽ കഴിഞ്ഞു. ബ്രെഡ് പിസ്സ റെഡിയായി. കട്ട് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ബായ്.